നമസ്കാരം. കണ്ണൂർ കൈതപ്രത്ത് ഇന്നലെയാണ് 49കാരനെ വീട്ടിലെത്തിയ വ്യക്തി വെടിവെച്ചു കൊന്നത്. മദ്യപിച്ചെത്തിയ സന്തോഷാണ് രാധാകൃഷ്ണനെ വെടിവെച്ചു കൊന്നത്. എന്താണ് കൊലപാതക കാരണമെന്ന് അന്വേഷിച്ച പോലീസിനോട് അറസ്റ്റിലായ രാധാകൃഷ്ണൻ യാതൊരു കൂസലുമില്ലാതെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. നാടൻ തോക്ക് ഉപയോഗിച്ചിട്ടാണ് പ്രതി സന്തോഷിനെ വെടിവെച്ചത്. ഈ തോക്ക് ഇന്ന് പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ച് തന്നെയാണ് എത്തിയത് എന്ന് പ്രതി സന്തോഷ് പോലീസിനോട് ഏറ്റു പറഞ്ഞു. തോക്കും കത്തിയും കയ്യിൽ കരുതിയാണ് പ്രതി സന്തോഷ് കൈതപ്രത്ത് എത്തിയത്. വെടിവെക്കാൻ സാധിച്ചില്ലെങ്കിൽ ആക്രമിക്കുക, എന്തായാലും ലക്ഷ്യം നിറവേറ്റിയിട്ടേ മടങ്ങുകയുള്ളൂ എന്ന് സന്തോഷ് ഉറപ്പിച്ചിരുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ രാധാകൃഷ്ണൻ എത്തുന്ന സമയം ഒളിച്ചിരുന്ന് മനസ്സിലാക്കി വെച്ചിരുന്നു എന്നാണ് സന്തോഷ് പോലീസിനോട് പറഞ്ഞത്. വീട്ടിലേക്ക് കയറി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇയാൾ വെടിയുതിർക്കുകയായിരുന്നു. ഇന്നലെ രാവിലെ രാധാകൃഷ്ണന്റെ ഫോണിൽ വിളിച്ച് സന്തോഷ് ആദ്യം തന്നെ ഭീഷണി മുഴക്കി. എന്നിട്ടും രാധാകൃഷ്ണൻ കുലുങ്ങുന്നില്ല എന്ന് കണ്ടതോടുകൂടി വകവരുത്താൻ തീരുമാനിച്ചു. സന്തോഷ് ഭീഷണിപ്പെടുത്തിയ വിവരം രാധാകൃഷ്ണൻ മകനെ അറിയിച്ചിരുന്നു. ഭാര്യയുമായിട്ടുള്ള സൗഹൃദം വിലക്കിയത് പ്രകോപനമായി എന്നാണ് ചോദ്യം ചെയ്യലിൽ സന്തോഷ് പോലീസിനോട് പറഞ്ഞത്. കൊലപ്പെടുത്തിയതിന് പിന്നിൽ വ്യക്തിവിരോധമാണ് എന്ന് പോലീസ് പറഞ്ഞു. കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയുമായി സൗഹൃദത്തിലായിരുന്നു സന്തോഷ്. ആ സൗഹൃദം തുടരാൻ സാധിക്കില്ല എന്ന് വന്നതോടുകൂടി വിരോധമായി. ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് FIR-ലുള്ളത്. കൈതപ്രത്തെ രാധാകൃഷ്ണന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലാണ് ഈ കൊലപാതകം നടന്നത്. കരുതിക്കൂട്ടി ഇവിടേക്ക് എത്തിയാണ് പ്രതിയായ പെരുമ്പടവ് സ്വദേശിയായ സന്തോഷ് വെടിയുതിർത്തത് എന്ന് പോലീസ് പറഞ്ഞു. രാധാകൃഷ്ണൻ പതിവായി എത്തുന്ന സമയം മനസ്സിലാക്കി കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം. മരിച്ച രാധാകൃഷ്ണൻ BJP-യുടെ സജീവ പ്രവർത്തകനാണ്. ഇയാളുടെ ഭാര്യ BJP-യുടെ ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. കൊലയാളിയായ സന്തോഷ് അവിവാഹിതനാണ്. രാധാകൃഷ്ണനും ഭാര്യയ്ക്കും 2 മക്കളുണ്ട്. ഇന്നലെ വൈകിട്ട് 6:30 മണിയോടുകൂടിയാണ് രാധാകൃഷ്ണനെ സന്തോഷ് വകവരുത്തിയത്. രാധാകൃഷ്ണൻ വീട്ടിലെത്തുന്ന സമയം നോക്കി വെച്ച് സന്തോഷ് അവിടേക്ക് തോക്കുമായി എത്തി. ഇന്നലെ മദ്യലഹരിയിലായിരുന്നു പ്രതി. അതുകൊണ്ട് തന്നെ സ്വബോധത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. ഈ സമയത്ത് കാര്യകാരണങ്ങളെല്ലാം തന്നെ സന്തോഷ് വിശദീകരിച്ചു. രാധാകൃഷ്ണന്റെ ഭാര്യയും സന്തോഷും സഹപാഠികളാണ്. ഇരുവരും സൗഹൃദത്തിലായിരുന്നുവെന്നും അത് തുടരാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ വിരോധമായി എന്നും രാധാകൃഷ്ണൻ പോലീസിനോട് പറഞ്ഞു. വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ സന്തോഷിനെതിരെ രാധാകൃഷ്ണൻ 2 മാസം മുൻപ് പരിയാരം പോലീസിൽ പരാതിയും നൽകിയിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ പേരിലും പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. വീടിന്റെ നിർമ്മാണ കരാറിനെ ചൊല്ലിയും ഇരുവരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായി. കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് കണ്ടെത്താനായി പോലീസ് വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു. പോലീസ് നായ സമീപത്തുള്ള വണ്ണാത്തിപ്പുഴയുടെ തീരം വരെ മണം പിടിച്ചു ചെല്ലുകയും ചെയ്തു. പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണന്റെ മരണകാരണം നെഞ്ചിൽ വെടിയേറ്റതാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. വെടിയുണ്ട ഹൃദയത്തിൽ തുളച്ചു കയറി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്.